ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ഫേസ് മാസ്ക്കാണ് DIY ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആവും, ലൈറ്റ് ആവും. ആക്നി സ്കാർ പ്രശ്നമൊക്കെ ഉള്ളവർ, ഓയിലി സ്കിൻകാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഡാർക്ക് സ്പോട്ട് മാറാൻ നല്ലതാണ്. ഇത് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടല്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും ഇത് യൂസ് ചെയ്യുക. അതായത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഈ ഫേസ് മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. 20-30 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം, തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഈ ഒരു രീതിയിൽ ഒരു മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ വ്യത്യാസം വന്ന് തുടങ്ങും. അത് ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഓയിലി സ്കിൻകാർക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ഫേസിൽ നമ്മൾ വേറെ ഫേസ് വാഷ് ഒന്നും അപ്ലൈ ചെയ്യാതെ ഡെയിലി ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഓയിലി സ്കിൻകാർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞളാണ്. നമ്മൾ കസ്തൂരി മഞ്ഞൾ വേണം കേട്ടോ ഈ ഫേസ് പാക്കിനും എന്ത് കാര്യത്തിനും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാത്തിനും കസ്തൂരി മഞ്ഞളാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്കാണ്. മിൽക്ക് ഇപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ തൈര് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവുമല്ലോ, പാല് ശരിക്കും സ്കിന്നിന് സ്യൂട്ട് ആവാത്തവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് തൈര് എടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു പേസ്റ്റ് വരെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനാക്കി എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ടേക്കുന്ന അളവ് കറക്റ്റ് അളവാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ആഡ് ചെയ്തത് മിൽക്ക്, അത് 1 സ്പൂൺ. അത് മിൽക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ലൂസ് പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പേസ്റ്റ് പരുവാക്കിയിട്ട് നിങ്ങളുടെ ഫേസിൽ 20-30 മിനിറ്റ് നേരം വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 തവണ യൂസ് ചെയ്യുക. റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.